ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ഗംഭീര വിജയം തുടരുകയാണ്. പുതിയ ചിത്രങ്ങൾ തിയേറ്ററിലെത്തുമ്പോൾ കളങ്കാവൽ വഴിമാറുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച കളങ്കാവലിന്റെ ഗംഭീര വിജയം തുടരുകയാണ്. റിലീസ് ചെയ്ത 3 ആഴ്ച കഴിയുമ്പോഴും വമ്പൻ പ്രേക്ഷക പിന്തുണയാണ് ചിത്രത്തിന് ലഭിച്ചത്. കേരളത്തിലുടനീളം മികച്ച ബുക്കിംഗ് ലഭിച്ച ചിത്രം ഹൗസ്ഫുൾ ഷോകളുമായാണ് 3ാമത്തെ ആഴ്ചയും പ്രദർശനം നടത്തിയിരുന്നത്. കേരള സിനിമാ പ്രേമികൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. ഡിസംബർ 5-ന് ആഗോള റിലീസായെത്തിയ ഈ ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം ഗംഭീര വിജയമാണ് നേടിയത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്തത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച 7ാമത്തെ ചിത്രം കൂടിയാണ്. 17 ദിവസം കൊണ്ട് 80 കോടി ആഗോള ഗ്രോസ് പിന്നിട്ടിരുന്നു ചിത്രം. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിലെത്തിയ മമ്മൂട്ടി ചിത്രം കൂടിയാണ് ഇത്. 50 കോടി ക്ലബിലെത്തുന്ന 5ാമത്തെ മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. ഗൾഫിലും ബ്ലോക്ക് ബസ്റ്റർ ബോക്സ് ഓഫീസ് പ്രകടനം നടത്തിയ ചിത്രം വമ്പൻ നിരൂപക പ്രശംസയും സ്വന്തമാക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്നാണ് ഈ കളങ്കാവൽ സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിനായക വേഷങ്ങളുടെ നിരയിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് ഈ ചിത്രം. ചിത്രത്തിൽ പോലീസ് ഓഫീസറായ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനായകനും വലിയ അഭിനന്ദനം തന്നെയാണ് ലഭിച്ചത്. വലിയ സാങ്കേതിക നിലവാരം പുലർത്തുന്ന ചിത്രത്തിലെ ഗാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇപ്പോൾ ക്രിസ്മസ് റിലീസുകൾ എത്തുന്നതോടെ കളങ്കാവൽ വീഴുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. പിടിച്ചു നിൽക്കാൻ കളങ്കാവലിന് സാധിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.